നമസ്കാരം. കൈപ്പട്ടൂർ പാലത്തിൽ നിന്നും അച്ഛൻ കോവിലാറ്റിലേക്ക് ചാടിയ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം 4ാം ദിവസം ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കണ്ടെടുത്തു. ചന്ദനപ്പള്ളി സ്വദേശി സന്ധ്യയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ 10 മണിയോടെ ഓമല്ലൂർ ആറാട്ടുകടവിന് 1 കിലോമീറ്റർ താഴെ മുളങ്കൂട്ടത്തിൽ കുടുങ്ങിയ നിലയിൽ സ്കൂബ ടീം കണ്ടെടുത്തത്. 8 വൈകിട്ട് 7 മണിയോടെയാണ് പാലത്തിൽ നിന്നും പെൺകുട്ടി ആറ്റിലേക്ക് ചാടിയത്. ചാടുന്നതിന് മുൻപായി വീട്ടിലേക്ക് വിളിച്ച് താൻ ചാടാൻ പോകുന്ന വിവരവും പറഞ്ഞിരുന്നു. ഇതറിഞ്ഞ് കൈപ്പട്ടൂരിൽ തന്നെ ഉണ്ടായിരുന്ന പിതാവ് ഓടിയെത്തി പാലത്തിന് താഴെ ചാടിയിറങ്ങി. ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു. പാലത്തിന് സമീപം താമസിക്കുന്നയാളാണ് കുട്ടി ചാടിയെന്ന വിവരം സ്ഥിരീകരിച്ചത്. മൈലപ്ര ITIയിൽ ഡീസൽ മെക്കാനിക് കോഴ്സിന് പഠിക്കുകയായിരുന്നു സന്ധ്യ. ചന്ദനപ്പള്ളിയിൽ നിന്നും ഓട്ടോയിലെത്തിയാണ് പാലത്തിൽ നിന്ന് ചാടിയതെന്നും പറയുന്നു. അന്ന് രാത്രി 10 മണി വരെ ഫയർഫോഴ്സ് സ്കൂബ ടീം തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും രാവിലെ തൊട്ട് രാത്രി വരെ അരിച്ചുപെറുക്കിയിട്ടും മൃതദേഹം കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ ദേശീയ ദുരന്ത സേനയുടെ ഒരു യൂണിറ്റും തെരച്ചിലിനെത്തിയിരുന്നു. ബോട്ട് ഉപയോഗിച്ച് വെള്ളമിളക്കിയുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും നടന്നത്. ഇതു കാരണമാകാം മൃതദേഹം ഇന്ന് പൊങ്ങി മുളങ്കൂട്ടത്തിൽ തങ്ങി നിന്നത്. 38 മണിക്കൂറിന് ശേഷവും മൃതദേഹം കിട്ടാതെ വന്നപ്പോൾ പെൺകുട്ടി രക്ഷപ്പെട്ടുവെന്ന വാർത്തയും പടർന്നിരുന്നു.